ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം അരുളിക്കൊള്ളുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചു വരികയായിരുന്നല്ലോ. ഇന്ന് അതിൻ്റെ തുടർച്ചയായിരിക്കും. 5-ാമത്തെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അരുളുന്നു. യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇത് കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായി ബൈബിൾ തുറന്ന് നമുക്ക് വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 43 to 45 വായിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ഇന്ന് നമ്മുടെ വിഷയം, നാം പഠിക്കാൻ പോകുന്ന വിഷയം വെറുപ്പ് അഥവാ വിരോധം, ഹേറ്റ്രഡ് എന്ന വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പർവ്വതപ്രസംഗത്തിൽ സെർമൺ ഓൺ ദ മൗണ്ടിൽ നാം പഠിച്ചു വരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് പർവ്വതപ്രസംഗം എന്ന് അറിയപ്പെടുന്നത്. ആ ഭാഗത്ത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഏതാനും കാര്യങ്ങൾ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചു. തൻ്റെ മക്കളായ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചില ദോഷകരമായ സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തിന് വളരെ ദുഃഖവും വേദനയും ഉണ്ടാകുന്നു. അവ ഏതൊക്കെയാണെന്നാണ് നാം ചിന്തിച്ചു വന്നത്. 4 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചുവല്ലോ. ഇന്ന് 5-ാമത്തെ കാര്യമാണ് ഹേറ്റ്രഡ് അഥവാ മറ്റുള്ളവരോട് വിരോധവും വെറുപ്പും വഴക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അത് ഉൾപ്പെടുന്നു. നാം ഒക്കെയും പൊതുവെ ആളുകളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. അതായത് ശത്രുക്കളോട് ശത്രുത പുലർത്തണം, അവരെ ദ്വേഷിക്കണം എന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പഴയ നിയമത്തിലൊക്കെ ആ ഒരു ചിന്താഗതിയാണ് യഹൂദന്മാർക്കും മറ്റും ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിലെ ആ നിയമം നമുക്ക് നോക്കാം. അത് ഒരു തരം താണ ഒരു ലെവലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 and verse 18 വായിക്കാം. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. ഇവിടെ യഹൂദന്മാരായ നിന്റെ സഹോദരങ്ങളോട് പക വയ്ക്കരുത്, അവരോട് പിണങ്ങിയിരിക്കരുത്, ഹേറ്റഡ് ഉണ്ടാകരുത്. എന്നാൽ പുറജാതിക്കാരോട് മറ്റുള്ളവരോട് അതാകാം എന്നുള്ള ഒരു നിലയിലാണ് നാം പഴയ നിയമത്തിൽ കാര്യങ്ങൾ കാണുന്നത്. നിന്റെ ജനത്തെ സ്നേഹിക്കുക, അവരോട് പക വെച്ചുകൊണ്ടിരിക്കരുത്, അവരോട് വിരോധം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണ് ദൈവം ലേവ്യ പുസ്തകത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നാം മത്തായി 5-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നുമാണ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചിരുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 44-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവീൻ. ഇതാണ് കർത്താവായ യേശുവിൻ്റെ പഠിപ്പിക്കൽ. നിങ്ങളെ ശത്രുത മനോഭാവത്തോടെ കാണുന്നവർ, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരോട് നിങ്ങൾ അങ്ങോട്ട് വിരോധം വെച്ചുകൊണ്ടിരിക്കരുത്, അവരെ അങ്ങോട്ട് പകയ്ക്കരുത്. അവരെയും നിങ്ങൾ സ്നേഹിക്കണം, അവരുടെ നന്മയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും നിങ്ങൾ തിരിച്ചടിക്കരുത്, അവരോട് പക വെച്ചുകൊണ്ടിരിക്കരുത്, അവരെ സ്നേഹിക്കണം, അവർക്കായി പ്രാർത്ഥിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. ഈ 2 കാര്യങ്ങൾ തുലനം ചെയ്യുമ്പോൾ പുതിയ നിയമം, കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച ഈ പുതിയ നിയമം എത്ര ഉന്നതമായ തലത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിലേക്ക് വീണ്ടും വരാം. 1 ശമൂവേൽ 15-ാം അധ്യായം 3-ാം വചനം നോക്കുമ്പോൾ, അതായത് 1 സാമുവേൽ ചാപ്റ്റർ 15 വേഴ്സ് 3 നോക്കാം. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും
മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളയുക. ഇവിടെ ശ്രദ്ധിക്കുക, അമാലേക്യർ ഇസ്രായേൽ ജനങ്ങൾക്ക് ദോഷം ചെയ്ത ഒരു ജനതയാണ്. എന്നാൽ ദൈവം ഇസ്രായേൽക്കാരോട് പറയുകയാണ്, ഈ ജനത്തെ, അമാലേക്യരെ നിങ്ങൾ പോയി തോൽപ്പിക്കണം, അവർക്കുള്ളതൊക്കെയും സംഹരിച്ചു കളയണം, ആരെയും ജീവനോടെ വെച്ചേക്കരുത്, സകല മനുഷ്യരെയും മൃഗങ്ങളെയും പോലും സംഹരിച്ചു കളയുക. അങ്ങനെ പ്രതികാരം ചെയ്യാനും വിരോധം വെച്ചുകൊണ്ടിരിക്കാനും പിണങ്ങിയിരിക്കാനും അല്ലെങ്കിൽ പകവയ്ക്കുവാനും ഒക്കെ ഇസ്രായേൽ ജനങ്ങൾക്ക് അനുവാദം കൊടുത്തിരുന്നു. എങ്കിലും അതൊരു തരം താണ പഴയ നിയമത്തിൻ്റെ ഒരു ലെവലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പൊതുവെ പറഞ്ഞാൽ മനുഷ്യജാതികൾ മുഴുവനും ഇന്ന് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചു പോരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, വിശ്വാസികൾ പോലും പലരും പിണങ്ങിയിരിക്കാനും പകവയ്ക്കാനും വിരോധിക്കുവാനും ഉള്ള മനസ്സ് ഉള്ളവരാണ്. പലപ്പോഴും നാം പട്ടണത്തിലൂടെയൊക്കെ കാർ ഓടിച്ചു പോകുമ്പോൾ പല കാറുകളുടെയും പുറകിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാണാം. യു ബ്രേക്ക് മൈ കാർ, ഐ ബ്രേക്ക് യുവർ ഫേസ്. നീ എൻ്റെ കാറിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചാൽ ഞാൻ നിൻ്റെ മുഖവും പൊട്ടിച്ചു കളയും. അതാണ് ഈ വിരോധത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. നീ ഇങ്ങോട്ടടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. അത് വിരോധവും പകയും നിറഞ്ഞ ഒരു ചിന്താഗതിയാണ്. എന്നാൽ ദൈവമക്കളായ നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിലുള്ള ദൈവങ്ങൾ, ദേവതകൾ, ദേവന്മാർ, അവരെക്കുറിച്ചൊക്കെ പറയുന്നത് ദൈവം ചില സമയത്ത് മനുഷ്യ വേഷം ധരിച്ച് അവതരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത്? ദുഷ്ടരെ സംഹരിക്കാനും ശിഷ്ടരെ രക്ഷിക്കാനും വേണ്ടിയാണ് ഈ ദൈവങ്ങൾ അവതരിക്കുന്നത് എന്നാണ് ഇന്ത്യയിലെ ഒരു പഠിപ്പിക്കൽ. നല്ല മനുഷ്യരെ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെയൊക്കെ ദൈവം സംരക്ഷിക്കും, എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ നശിപ്പിച്ചു കളയും. അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ 2 പേരുടെ പേര് ഞാൻ പറയാം. 2 സ്ഥലങ്ങളിൽ അവർ പകവെച്ച് കോപം വെച്ചുകൊണ്ടിരുന്നിട്ട് ദ്വേഷിക്കുന്ന കാര്യം. ഒന്നാമത് ഏശാവിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാം വചനം നോക്കുക. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സ് 41. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഇവിടെ ഏശാവ് തൻ്റെ സഹോദരനെ ദ്വേഷിക്കാൻ അയാൾക്ക് പല കാരണങ്ങളും പറയാനായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവൻ്റെ ദ്വേഷം, അവൻ്റെ പക, പിണക്കം വർദ്ധിച്ച് വന്നിട്ട് പറയുകയാണ്, ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരനെ കൊല്ലും എന്ന് ഹൃദയത്തിൽ അവൻ നിശ്ചയിച്ചു. ഇതാണ് ഈ പകയും വിരോധവും വർദ്ധിച്ച് അതൊരു പക്ഷേ കോപത്തിലും കൊലപാതകത്തിലുമൊക്കെ അവസാനിക്കുന്നത്. ഇനിയും യോസെഫിൻ്റെ സഹോദരന്മാരെക്കുറിച്ചും കൂടെ ഒരു വചനം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-ാം വചനം. ജെനസിസ് 37 വേഴ്സ് 4. അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ യോസെഫിൻ്റെ സഹോദരന്മാർ യോസെഫിനെ പകയ്ക്കുന്നു, അവനെ ദ്വേഷിക്കുന്നു. അവനോട് സമാധാനമായി സ്നേഹമായിരിക്കുവാൻ, സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇത് ഒരു ആഗോള പ്രതിഭാസമാണ്. എന്നാൽ നമ്മെ കർത്താവ് വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തു. നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനെ ആയിരിക്കരുത്. നാം വ്യത്യാസമുള്ളവരായിരിക്കണം. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. കർത്താവ് യേശു പഠിപ്പിച്ചത് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ഒരു നിയമമാണ്. ഈ പഴയ നിയമത്തിലെ ദ്വേഷിക്കുവാനും ശത്രുക്കളെ കൊല്ലാനും നശിപ്പിക്കുവാനും ഒക്കെയുള്ള ആ നിയമത്തിന് പകരം മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവീൻ. ഇതാണ് ഇന്ന് ദൈവമക്കളായ, വിശ്വാസികളായ, ക്രിസ്ത്യാനികളായ നാം അനുവർത്തിക്കേണ്ട നിയമം. അതായത് സ്നേഹിക്കുക, വീണ്ടും സ്നേഹിക്കുക. ആരെയും ദ്വേഷിക്കാതെ, ആരോടും വിരോധവും വാശിയും ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ ആ സ്നേഹത്തിൽ നിലനിൽക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പൊതുവായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, അവരുടെ നന്മയ്ക്കായി, അവരുടെ ആത്മരക്ഷയ്ക്കായി, ദൈവമേ ഇവർക്കും
സത്യത്തിൻ്റെ പരിജ്ഞാനം നൽകണമേ. ഇവർക്കും രക്ഷയുടെ അനുഭവം നൽകണമേ. അവർക്കും യേശുവിനെ അറിയുവാൻ ഭാഗ്യം കൊടുക്കണമേ എന്ന് നമ്മെ ദ്വേഷിക്കുന്നവർ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്കായി, അവരുടെ നന്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുവിനെ ധ്യാനിക്കുകയും അവിടുത്തെ ആ മനസ്സ് നാം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായി തീരുമ്പോൾ, നാം അറിയാതെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറ്റുള്ളവരോടുള്ള വിരോധവും പിണക്കവും ഹേറ്റ്രഡും, ചിലരോട് മാത്രമുള്ള സ്നേഹം അഥവാ പക്ഷപാതപരമായ സ്നേഹം എന്ന് ആ കാര്യത്തെ പറയാൻ സാധിക്കും. നമ്മുടെയൊക്കെ സ്നേഹം പലപ്പോഴും പക്ഷപാതപരമല്ലേ? ചിലരോട് സ്നേഹമുണ്ട്, ചിലരോട് കുറച്ച് സ്നേഹമേ ഉള്ളൂ, ചിലരോട് വിരോധമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും സ്നേഹം പുലർത്തുക എന്നുള്ളതാണ്. 45-ാം വാക്യം നോക്കുക. അവിടെ നാം വായിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഈ ലോകത്തിൽ യേശു കണ്ടെത്തിയ ഒരു തത്വം. നമ്മുടെ പിതാവായ ദൈവം എങ്ങനെയുള്ളവനാണ്? ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇന്ന് ഈ കാലത്ത് നമ്മുടെ ദൈവം സ്വർഗത്തിലിരുന്ന് ചിലർക്ക് മാത്രം മഴ കൊടുക്കുകയും അയൽക്കാരന് മഴ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. എല്ലാവർക്കും മഴയും സൂര്യൻ്റെ പ്രകാശവും നൽകുന്നു. അതെ, ദോഷം ചെയ്യുന്നവർക്കും തിന്മ പ്രവർത്തിക്കുന്നവർക്കും ദൈവത്തെ ദ്വേഷിക്കുന്നവർക്കും ദൈവം ഇല്ല എന്ന് പറഞ്ഞ് തെളിയിക്കുന്നവർക്കും ഒക്കെ ദൈവം ഈ നന്മകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത വാക്യങ്ങൾ കൂടെ വായിക്കാം. വേഴ്സസ് 46 47 വാക്യങ്ങൾ, വേഴ്സസ് 46 and 47 വായിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ഇവിടെ നോക്കുക, യേശു പറഞ്ഞത് ഈ പക്ഷപാതപരമായ സ്നേഹം, സെലക്റ്റീവ് ലവ്, അത് നിങ്ങൾക്ക് ചേരുന്നതല്ല. അത് വിജാതീയരായ ആളുകളും നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. തങ്ങളെ ഇങ്ങോട്ട് വന്ദനം ചെയ്യുന്നവരെ തിരിച്ചു വന്ദനം ചെയ്യും. അതെല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് മറിച്ച് അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നു. ഇത് സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിലവാരം കുറച്ചുകൂടെ ഉയർന്നതായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സെലക്റ്റീവ് ലവ്, പക്ഷപാതപരമായ കുറച്ചുപേരെ മാത്രം സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഉന്നതമായ ഒരളവിലേക്ക്, അതാണ് 48-ാം വാക്യത്തിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച്, ബി ദെയർഫോർ പെർഫെക്റ്റ് ജസ്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ച് ഈ പഴയ നിയമത്തിൻ്റെ സ്വഭാവം, മറ്റുള്ളവരോട് വിരോധം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞിട്ട് ഇന്ന് ഒരു പുതിയ നിശ്ചയത്തോടെ, ഒരു പുതിയ തീരുമാനത്തോടെ കർത്താവെ സകല മനുഷ്യരോടും സ്നേഹം പുലർത്തുവാൻ, ആരോടും വിരോധമില്ലാതെ, ആരോടും പകയും പിണക്കവും ഇല്ലാതെ, എല്ലാവരോടും നല്ല മനസ്സ് ഉണ്ടായിരിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിശ്ചയമായിട്ടും ദൈവം അതിന് നമ്മെ സഹായിക്കും. ഞാനൊരു ദൃഷ്ടാന്തം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ഒരു ശിഷ്യൻ്റെ പേര് നമുക്കറിയാം, യൂദ ഇസ്കരിയോത്താവ്. യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു മുന്നമേ പറഞ്ഞു. എന്നാൽ ഒരു സമയം വന്നപ്പോൾ പടയാളികളെയും മത നേതാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അന്ന് വൈകുന്നേരം യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് യൂദ യേശുവിനെ സമീപിച്ചു. ഒരു ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ കാര്യം നമുക്കറിയാം. എന്നാൽ ഒറ്റിക്കൊടുക്കുന്ന യൂദയോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 49 50 വചനങ്ങൾ നമുക്ക് വായിക്കാം. മാത്യു 26 വേഴ്സസ് 49 and 50. ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിനെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പിടിച്ച് പടയാളികൾക്ക്, ശത്രുക്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വന്ന യൂദയോട് യേശു സംബോധന ചെയ്യുന്നത് സ്നേഹിത എന്നാണ്. മൈ ഫ്രണ്ട്, എൻ്റെ സ്നേഹിത, നീ വന്ന കാര്യം എന്താണ്? ഈ ഒരു മനോഭാവമാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മിൽ നിന്ന് ഈ കാലത്ത് ആഗ്രഹിക്കുന്നത്. നമ്മെ ഉപദ്രവിക്കുന്നവർ, നമ്മെ ഒറ്റിക്കൊടുക്കുന്നവർ, അവരോടൊന്നും വിരോധമില്ലാതെ
ഉള്ള ഒരു നല്ല മനസ്സ്. ഇതേ കാര്യം നാം സ്തേഫാനോസിൻ്റെ കാര്യത്തിലും കാണുന്നു. സ്തേഫാനോസിനെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ആരംഭിച്ചു. എന്നാൽ സ്തേഫാനോസ് മുട്ടുകുത്തി. നമുക്ക് ആ സംഭവം അറിയാമല്ലോ. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി സ്തേഫാനോസ് പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്കറിയാം. അത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ അത് നാം വായിക്കുന്നു. അതിൻ്റെ 59-ഉം 60-ഉം വാക്യങ്ങൾ വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സസ് 59 ആൻഡ് 60. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. അവൻ്റെ ജീവൻ പോവുകയാണ്. ഈ ചുറ്റും നിൽക്കുന്ന മനുഷ്യർ, കല്ലെറിയുന്നവർ എല്ലാം ഇവൻ്റെ ശത്രുക്കളാണ്. എങ്കിലും യേശുവിനെ അറിഞ്ഞ, യേശുവിനെ സ്വീകരിച്ച, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ഈ സ്തേഫാനോസ് അവരിൽ ആരോടും പകയില്ലാതെ, ഹേറ്റഡ് ഇല്ലാതെ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ പാപം ഇവർക്ക് കണക്കിടരുതേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി അങ്ങനെ നിലവിളിച്ച് പറഞ്ഞ് കല്ലേറുകൊണ്ട് സ്തേഫാനോസ് മരിക്കുന്നു. മരിക്കുന്ന സമയത്തും, ക്രൂരമായി കൊല്ലപ്പെടുന്ന സമയത്തും തന്നെ കൊല്ലുന്നവരോട് വിരോധമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് സ്തേഫാനോസിന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും ഈ നല്ല മനസ്സ്, ഈ നല്ല സ്വഭാവം, അതിൽ പങ്കാളികളാകുവാൻ ഇന്ന് സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമുക്ക് യേശുവിൻ്റെ ഈ സ്വഭാവത്തിൽ വന്നെത്തുവാനും വളരുവാനും സാധിക്കും എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കിത് സാധ്യമല്ല എന്ന് നാം ആരും പറയരുത്. നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധ്യമാണ്. ഇനി ദൈവവചനമായ ബൈബിളിൽ ഇത് സംബന്ധിച്ച് ഉള്ള ചില പഠിപ്പിക്കലുകൾ, ചില വചനങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. മറ്റുള്ളവരോട് പക വെച്ചുകൊണ്ടിരിക്കുന്ന, പിണങ്ങിയിരിക്കുന്ന, വിരോധം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? നമുക്ക് ചില വചനങ്ങൾ ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ പുസ്തകം 12-ാം അധ്യായം 19 മുതൽ 21 വരെ നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 19 to 21. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുനിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതാണ് ദൈവമക്കളായ നമുക്ക് ക്രിസ്ത്യാനികൾക്കുള്ള ദൈവികമായ ഒരു തത്വം, ഒരു പ്രിൻസിപ്പിൾ. ഇതാണ് നാം അത് അവസാനത്തെ വാക്യത്തിൽ വായിച്ചു. തിന്മയോട് നിങ്ങൾ തോൽക്കരുത്, എന്നിട്ട് നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ദോഷം ചെയ്താൽ, ദോഷം പറഞ്ഞാൽ, നിങ്ങളെ പരിഹസിച്ചാൽ, ഉപദ്രവിച്ചാൽ തിരിച്ചടിക്കരുത്. അങ്ങോട്ട് ദോഷം ദോഷമായിട്ട് ചെയ്യരുത്. തിന്മ ഇങ്ങോട്ട് വരുമ്പോൾ അതിനു പകരം നന്മ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. ഇതാണ് യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തരം വിരോധവും പിണക്കവും വഴക്കും ചിലരെ മാത്രം സ്നേഹിക്കുന്നതും അത് ക്രിസ്തുവിൻ്റെ ആത്മാവിന് ചേരാത്തതാണ്. നാം ഈ തലമുറയിൽ നോക്കിയാൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വളരെ പീഡനങ്ങളും ഉപദ്രവങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതിനേക്കാൾ ഉപരി മറ്റ് പല രാജ്യങ്ങളിലും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു വരുന്നു. ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിലും വളരെ ക്രൂരമായി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു എന്ന് നാമൊക്കെയും വായിക്കുന്നുണ്ട്. അത് പല ലോകരാജ്യങ്ങളുടെ മനസാക്ഷിക്കും അതൊരു വലിയ പ്രയാസമായി, ഭാരമായി മാറിയിട്ടുണ്ട്. ഇന്നും ദൈവമക്കളെ പീഡിപ്പിക്കുന്നു. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷങ്ങളായി ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവങ്ങൾ എല്ലാ കാലത്തും നേരിട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ഇതൊക്കെ സംഭവിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ മനോഭാവം, പ്രതികരണം എന്ന് പറയുന്നത് തിരിച്ച് ദ്വേഷിക്കുകയല്ല, മറിച്ച് അവരെ സ്നേഹിക്കുകയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ്, അത് നമുക്ക് കാണിച്ചു തന്നു. തന്നെ കുരിശിൽ തറച്ച് ക്രൂരമായി കൊല്ലുന്നവർക്ക് വേണ്ടി യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഭാഗം നമുക്കറിയാം. ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് പൊറുക്കണമേ. ഇന്ന്
നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ ഒരു ആത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഇനിയും ചായ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു. അഗപ്പേ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, അത് നമുക്ക് ചില വചനങ്ങൾ കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 8 വരെ വായിക്കുമ്പോൾ 1 Corinthians 13 verses 4 to 8 വായിച്ചാൽ അവിടെ ഈ ദൈവസ്നേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് വായിച്ച് ധ്യാനിക്കുന്നത് ഏറ്റവും പ്രയോജനമാണ്. നമുക്ക് വായിച്ച് കേൾക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരിക്കലും ഉതിർന്നു പോകാത്ത അഥവാ തീർന്നു പോകാത്ത ഒരു മഹത്തായ സ്നേഹത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങൾ വായിച്ച് മനഃപ്പാഠമാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ അളവിലുള്ള ഒരു സ്നേഹമാണ്. ഇതിനെ അഗപ്പേ സ്നേഹം, ദൈവികമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ സവിശേഷതകൾ എന്ന് ഇതിനെ വിളിക്കാൻ സാധിക്കും. അത് സ്പർദ്ധിക്കുന്നില്ല, മറ്റുള്ളവരുടെ ദയ കാണിക്കുന്നു, ക്ഷമിക്കുന്നു, നിഗളിക്കുന്നില്ല, പൊങ്ങച്ചമായിട്ട് നടക്കുന്നില്ല, അയോഗ്യമായി ജീവിക്കുന്നില്ല, സ്വാർത്ഥതയ്ക്കായിട്ട് നിൽക്കുന്നില്ല, മറ്റുള്ളവർ ചെയ്ത ദോഷങ്ങളൊക്കെയും കണക്കെഴുതി വെച്ച് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാവരെയും വിശ്വസിക്കുന്നു, എല്ലാവരോടും ക്ഷമിക്കുന്നു, പ്രത്യാശിക്കുന്നു, സഹിക്കുന്നു. സ്നേഹം ഒരിക്കലും തീർന്നു പോകുന്നില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇത് കേൾക്കുമ്പോൾ ദൈവമേ, ഈ പ്രകാരമുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ നിറഞ്ഞു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു പഠിപ്പിച്ച ഈ കാര്യം, ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഈ കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. അതായത് വിരോധവും പിണക്കവും വഴക്കും എല്ലാത്തരം ഹെയ്റ്റഡും നമ്മിൽ നിന്ന് മാറുവാനും അതിനു പകരം ദൈവികമായ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുവാനും, അത് സെലക്റ്റീവായി ചിലരോട് മാത്രമല്ല എല്ലാവർക്കും ഈ സ്നേഹം ധാരാളമായി പങ്കിട്ട് കൊടുക്കുവാനും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അത് ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഇങ്ങനെയുള്ള വിരോധം, പക ദൈവമക്കൾക്ക് ദൈവം വിലക്കിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചില വചനങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ഹേറ്റ്രഡ് ഈസ് ഫോർബിഡൻ ഫോർ എവറി ക്രിസ്ത്യൻ. ഒന്നാമത് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം നമുക്ക് വായിക്കാം. Proverbs chapter 10 verse 12. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സ്നേഹം സകല ലംഘനങ്ങളെയും കവർ ചെയ്യുന്നു, മൂടുന്നു. എന്നാൽ പക വഴക്കുകൾക്ക് കാരണമാകുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ഇവിടെ ദൈവവചനം ഈ പകയെ വിലക്കിയിരിക്കുകയാണ്. ഹേറ്റ്രഡ്, മറ്റുള്ളവരോട് വിരോധവും പകയും വെച്ചുകൊണ്ടിരിക്കുന്നതിനെ ദൈവവചനം വിലക്കുന്നു. ഇനി നമുക്ക് വീണ്ടും മറ്റ് 2 വചനങ്ങൾ കൂടെ വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 9-ാം വചനം വായിക്കാം. 1 John chapter 2 and verse 9. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. അതെ, സഹോദരനെ പകയ്ക്കുന്നു ഒരുവൻ, പക്ഷേ ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, പക്ഷേ സഹോദരനോട് വിരോധമാണ്, പകയാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നയോളം ഇരുട്ടിൽ വസിക്കുന്നു, അവനിൽ ദൈവത്തിൻ്റെ വെളിച്ചം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാം വചനം കൂടെ വായിക്കാം. 1 John chapter 3 verse 15. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഇവിടെയും സഹോദരനെ പകയ്ക്കുന്നവനെ കൊലപാതകൻ എന്നാണ് ദൈവവചനം വിളിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ലഭ്യമല്ല, കാരണം അവൻ കൊലപാതകനാണ്. പ്രിയ സഹോദരങ്ങളെ,
നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ആരെയും പകയ്ക്കാതെ, ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവരോട് കരുണ കാണിപ്പാനും ഒക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ? എനിക്ക് ആരോടെങ്കിലും പകയും പിണക്കവും ഹൃദയത്തിലുണ്ടോ? അത് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ദൈവത്തോട് ക്ഷമ ചോദിച്ച് ആ വ്യക്തികളോടും പോയി നിരപ്പ് പ്രാപിച്ച് അങ്ങനെയുള്ള എല്ലാ പകയും പിണക്കവും എൻമിറ്റീസും വിട്ടുകളഞ്ഞ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഈ പകയും പിണക്കവും വിരോധവും ഇതൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് ചേരുന്നതല്ല എന്നാണ് നാം ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നു. It is not fitting, it is not right for a Christian to have hatred in his or her heart. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ദൈവത്തോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയും നമ്മുടെ കുറവുകളെ ഏറ്റുപറയുകയും ചെയ്യുക. കർത്താവേ, എനിക്ക് ഇന്ന ആളോട് ഒരല്പം വിരോധമുണ്ട്, അവരെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയുന്നില്ല, അവരോട് എനിക്ക് പിണക്കമുണ്ട്, വിരോധമുണ്ട്, അവരോട് രമ്യമായി സന്തോഷത്തോടെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാമോ? നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ അതിൽ നിന്നും കരകയറ്റും, അതിൽ നിന്ന് വിടുവിക്കും. നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാനും എല്ലാവരോടും സ്നേഹമായിരിക്കുവാനും ആരോടും വിരോധമില്ലാതെ, ആരോടും പിണക്കമില്ലാതെ, എല്ലാവരോടും നല്ല മനസ്സോടെ സ്നേഹത്തോടെ ആയിരിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകും. ഒടുവിലായി ഒരു വചനം കൂടെ വായിച്ചിട്ട് ഈ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യനോടും നമുക്ക് ഒരു പോരാട്ടമില്ല, ഒരു യുദ്ധമില്ല. മറിച്ച് പിശാചിനോടും അവൻ്റെ സൈന്യങ്ങളോടുമൊക്കെയാണ് ദൈവമക്കൾക്ക് പോരാട്ടമുള്ളത് എന്നാണ് നാം വായിക്കുന്നത്. അത് എഫേസ്യർ 6-ാം അധ്യായം 12-ാം വചനത്തിൽ അത് വായിക്കാൻ കഴിയും. The book of Ephesians chapter 6 and verse 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ദൈവമക്കളുടെ ഒരു പൊസിഷനാണ്, അവരുടെ ഒരു നിലവാരമാണ് ഈ പറയുന്നത്. ദൈവമക്കൾക്ക് ഒരു പോരാട്ടമുണ്ട്, പക്ഷേ അത് ജഡരക്തങ്ങളോടല്ല, അഥവാ ഒരു മനുഷ്യരോടുമല്ല. അപ്പോസ്തലനായ പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ പോരാട്ടം, നമ്മുടെ പകയും പിണക്കവും മനുഷ്യരോടല്ല, മറിച്ച് പിശാചിൻ്റെ ശക്തികളോടാണ്, ദുഷ്ടതയ്ക്കെതിരായിട്ടാണ് നാം നിലകൊള്ളുന്നത്. ഇന്ന് രാത്രി അത് ഉറപ്പിക്കാമോ? ദൈവമേ, എനിക്ക് ഒരു മനുഷ്യരോടും പോരാട്ടമില്ല, ആരോടും പകയും പിണക്കവും വിദ്വേഷവും വിരോധവും ഇല്ല. ഇന്നയാൾ എനിക്ക് ദോഷം ചെയ്തു, ഇന്നയാൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു, ഇന്നയാൾ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും. നമ്മെ ഉപദ്രവിച്ചവരുണ്ടായിരിക്കാം, അപമാനിച്ചവരുണ്ടായിരിക്കാം. എന്നാൽ ഇവരെ ആരെക്കുറിച്ചും നമുക്ക് പകയും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ, ഹൃദയങ്ങളെ പരിശോധിച്ച് നമുക്ക് ഇന്ന് രാത്രി തള്ളിപ്പറയാം, ഉപേക്ഷിക്കാം. ദൈവമേ, ഇന്നാരോട് ഇനി ഒരിക്കലും ഞാൻ പക വെച്ചുകൊണ്ടിരിക്കുകയില്ല, ഇന്നാരോടുള്ള വിരോധം ഞാൻ അവസാനിപ്പിക്കുന്നു, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു, അവരോട് എത്രയും പെട്ടെന്ന് പോയി സ്നേഹമായി സംസാരിക്കാനും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനും കാര്യങ്ങൾ രമ്യപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ എന്ന് രാത്രി തീരുമാനിക്കാമോ? അതേറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും. ഇന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പറയുകയാണ്, പിതാവായ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന 5-ാമത്തെ കാര്യം നിങ്ങൾക്ക് മനുഷ്യരോടുള്ള പകയും വിദ്വേഷവും വിരോധവും ഒക്കെയാണ്. അതിനെ നമുക്ക് ഉപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആരോടും വിദ്വേഷവും പകയും പിണക്കവും ഇല്ലാതെ എല്ലാവരോടും സ്നേഹം കൊടുക്കുവാൻ, എല്ലാവരോടും സ്നേഹമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്കങ്ങനെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് ജീവിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.